السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. സ്നേഹമുള്ള സഹോദരൻ, ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോൾഡൻ അബ്ദുൽ ഖാദർ ഹാജിയും അതേപോലെ അലി ദാരിമിയും ഇവിടെ വന്നിരിക്കുന്നു. കൂട്ടത്തിൽ TKC അബ്ദുൽ ഖാദർ ഹാജിയെയും തങ്ങളെയും ഒക്കെ നമുക്ക് കിട്ടിയത് വളരെയേറെ സന്തോഷമായിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടായ മൊഗറാലിൻ്റെ ഒരു ഭാഗത്ത് എന്ന് മാത്രമല്ല മഞ്ചീശ്വരം മണ്ഡലം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. മഞ്ചീശ്വരം മണ്ഡലത്തിൽ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ഒരു മഹത്തായിരിക്കുന്ന സ്ഥാപനം ഏകദേശം 5 കൊല്ലത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ 5 കൊല്ലത്തിന്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ നടന്നതാണ്. ഞങ്ങളുടെ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതവും ഭൗതികവുമായ വിദ്യാഭ്യാസം ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പണ്ട് കാലത്ത് മതവിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ സൗകര്യം പോലും ഉണ്ടാകാത്ത ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ. അന്ന് മതവിദ്യാഭ്യാസം പഠിക്കുന്ന ആലിമീങ്ങൾക്ക് അത് തന്നെ ധാരാളം മതിയായതും ആണ്. നല്ല പോലെ അന്ന് പഠിച്ചിട്ട് ആലിമായി മാറിയാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ദീനിന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചിരുന്നു. പണ്ടുള്ളവരൊക്കെ പഠിച്ചതും ആ രീതിയിലാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പേര് കേട്ട വലിയവരായ പണ്ഡിതന്മാര് മുഴുവനും പള്ളി ദർസുകളിൽ നിന്ന് പഠിച്ചവരാണ്. അന്ന് ഭൗതികമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതലായ ചിന്ത ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, സാധാരണയുള്ള പെരുമാറ്റച്ചിട്ടകളിൽ നിന്ന് ഭൗതികം അവർ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ പെരുമാറുകയും ചെയ്തിരുന്നു ജനങ്ങൾ. അതേ അവസരത്തിൽ ഇന്ന് അത് മതിയാകാത്ത ചുറ്റുപാടായി മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഭൗതികമായി വളരെയേറെ പുരോഗമിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തിൽ കേവലം മതം മാത്രം പഠിച്ച പണ്ഡിതന്മാര് ചിലപ്പോൾ ജനങ്ങൾക്ക് ഗുണമില്ലാതെയായി മാറുന്ന ഒരു ചുറ്റുപാടായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ടുകാലത്തുണ്ടായിരുന്ന പള്ളി ദർസുകൾ ഇന്ന് നിലവിലില്ലാണ്ടായി മാറിയിരിക്കുന്നു, ചുരുങ്ങിപ്പോയിരിക്കുന്നു. കാരണം അവിടെ വച്ച് പഠിപ്പിക്കുന്നത് മതത്തെക്കുറിച്ച് മാത്രമാണ്. മതം മാത്രം പഠിച്ചാൽ മതിയാകാത്ത ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് പള്ളി ദർസുകൾ ഏകദേശം പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മതപണ്ഡിതന്മാര് ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലത്തുള്ള ബുദ്ധിജീവികൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു തീരുമാനമാണ് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ കേന്ദ്രങ്ങൾ. അങ്ങനെ ആ രൂപത്തിൽ ചമ്മാട് ദാറുൽ ഹുദ എന്ന് പറഞ്ഞിട്ട് ആദ്യമായി ആരംഭിക്കുകയുണ്ടായി നമ്മുടെ ചുറ്റുഭാഗത്തിൽ. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു സ്ഥാപനമാണ് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ അകത്ത് നാം ആരംഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളെ ഭൗതികമായി പഠിക്കുകയും അതേപോലെ തന്നെ ഒരു 7ാം തരം വരെ മദ്രസ പഠിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക്. അങ്ങനെ അവരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ 7 കൊല്ലം കൊണ്ട് നാം മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. കേവലം 7 കൊല്ലം കൊണ്ട് ഒരു കുട്ടി SLC പാസ്സായി കഴിഞ്ഞാൽ അവന് 2 വർഷത്തിന്റെ +2 വിദ്യ ആവശ്യമാണ്. അതുപോലെ തന്നെ 3 കൊല്ലം MBAക്ക് വേണ്ടതാണ്.
പിന്നെ 2 കൊല്ലം എമ്മക്ക് കൂടി വേണ്ടതാണ്. ഇങ്ങനെ ഒരു കുട്ടിക്ക് 7 കൊല്ലം പഠിച്ചാൽ ഇന്നത്തെ ഭൗതികമായ നല്ല ഒരു ബിരുദമാണ് കിട്ടുന്നത്. അതൊരു വലിയ ബിരുദമായി ഇന്ന് അംഗീകരിക്കുകയും ഏത് ഉദ്യോഗം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു രൂപവുമാണ്. അതേ അവസരത്തിൽ ഈ 7 കൊല്ലത്തിന്റെ ആ സമയത്തിൽ നിന്ന് ഒരു നിലയിൽ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ കുട്ടിയുടെ സമയമുണ്ടല്ലോ, ഒരു ദിവസത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് കേവലം 5-5.5 മണിക്കൂർ മാത്രമാണ്. അതേ അവസരത്തിൽ ബാക്കിയുള്ള കുറെ മണിക്കൂറുകളിൽ നിന്ന് 8 മണിക്കൂർ കുട്ടിയുടെ വർക്കിനും ആവശ്യങ്ങൾക്കും വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം കുറെ ഉണ്ട്. അത് നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് പണ്ടുകാലത്തുള്ള പണ്ഡിതന്മാര് പഠിച്ചതുപോലെ, പണ്ടുകാലത്തുള്ള പണ്ഡിതന്മാര് ദർസുകളിൽ പഠിച്ചതുപോലെ അതേ തർത്തീബ് അനുസരിച്ച് അൽഫിയ, ഫത്ഹുൽ മുഈൻ, തഫ്സീർ, മിഷ്കാത്ത്, മഹല്ലി, പിന്നെ മുക്തസർ, ബൈളാബി, ജമ്മ്, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമദി എന്ന് പറയപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങളെ അതേ തർത്തീബ് അനുസരിച്ച് പഠിപ്പിച്ച് ബെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് അല്ലെങ്കിൽ ദാറുൽ ഉലൂം ദയൂബന്ദിൽ നിന്ന് ഇതുപോലെയുള്ള വലിയ വലിയ കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്തു കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുടെ അതേ സ്ഥാനത്തുള്ള ബിരുദവും ഈ 7 കൊല്ലം കൊണ്ട് ഈ കുട്ടിക്ക് നേടാൻ വേണ്ടി സാധിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. അതോടുകൂടി പറയപ്പെടുന്നത് 4-6 ഭാഷ കുട്ടിക്ക് പഠിപ്പിക്കുന്നു. പ്രാദേശികമായ 3 ഭാഷ, മലയാളവും കന്നഡവും അതുപോലെ തന്നെ തമിഴും, അതേപോലെ ലോക ഭാഷയായ അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഇങ്ങനെ 6 ഭാഷ ആ കുട്ടിക്ക് വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുത്താൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും ദീനീ പ്രചരണത്തിന് ആ കുട്ടിക്ക് സാധ്യമാകുന്നു, അവൻ പ്രചരിപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ദഅവത്തിന്റെ പ്രസംഗ രീതികളും അതുപോലെ ജനങ്ങളോട് സമീപിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് നല്ല വാചാലനായ ഒരു പ്രാസംഗികനാക്കി, നല്ല കർമ്മബോധമുള്ള മതപ്രവർത്തകനാക്കി, ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പണ്ഡിതനാക്കി ആ കുട്ടിയെ പുറത്തിറക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിട്ട് 5 കൊല്ലമായിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഈ 7 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം 1 കൊല്ലം ആ കുട്ടിയെ വീണ്ടും PGക്ക് വേണ്ടി നിർത്തി വേണ്ട പരിചയങ്ങൾ ഉണ്ടാക്കിയിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ സനദ് നൽകാൻ വേണ്ടി കരുതിയിരിക്കുന്നത്. അങ്ങനെ 8 കൊല്ലത്തിന് ഇനി ബാക്കിയുള്ളത് ഇൻഷാ അള്ളാഹ് കേവലം 3 കൊല്ലമാണ്. അതുവരെ ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. രണ്ടാമതായി വേറെ 2 ഉദ്ദേശങ്ങളും കൂടി ഞങ്ങൾക്കുണ്ട്. ഒന്ന്, നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് ഇവിടെ മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ചെറിയ ശമ്പളത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നല്ല കഴിവുള്ള മുഅല്ലിമീങ്ങൾ മാറിപ്പോവുകയാണ്. അവർക്ക് മറ്റെവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി ദുബൈയിലേക്കും ഗൾഫ് നാടുകളിലേക്കും പോകുന്നു. അതിന്റെ പുറമെ ഇപ്പോൾ കേരളത്തിന്റെ അകത്ത് എറണാകുളത്തോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ പോയിട്ട് ജോലി ചെയ്തുകൊണ്ട് കുട്ടികൾ ജീവിക്കുകയും ചെയ്യുകയാണ്. ജീവിതത്തിന് വേണ്ട വഴി മാർഗം അവർ കാണുകയാണ്. അതേ അവസരത്തിൽ മദ്രസ വിദ്യാഭ്യാസം പിന്നെ ഈ രൂപത്തിലായി പോവുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാര് ഇല്ലാണ്ടായി മാറും. അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിന് അവസാനം വരികയും ചെയ്യും. സാധാരണയുള്ള രൂപം മാറിപ്പോവുകയും ചെയ്യും. ഇത് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ ചെറിയൊരു സമയത്താണ് ജോലിയുള്ളത്. ആ ജോലി കഴിഞ്ഞതിന്റെ ശേഷം അവർക്ക് മറ്റു പല കൈത്തൊഴില് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വലിയവരായ അമ്പിയാക്കളും ഔലിയാക്കളും ചെയ്ത ജോലി തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കൈത്തൊഴിലുകൾ ബാക്കിയുള്ള സമയത്ത് ചെയ്യുന്നതിന് ഒരു വിഷമവുമില്ല, ബുദ്ധിമുട്ടുമില്ല.
അതിന് വേണ്ടി പറ്റുന്ന രൂപത്തിൽ എന്തൊക്കെ വിദ്യാഭ്യാസങ്ങളാണോ വേണ്ടത് അത് മുഴുവനും ഉണ്ടാക്കിയിട്ട് ഒരു തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു IT നമ്മുടെ ഈ സ്ഥാപനത്തിൽ ആരംഭിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഒരു ഉദ്ദേശമുള്ളത്. അതങ്ങ് പുരോഗമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യുവാനും അതേപോലെ തന്നെ മദ്രസ ജോലി സുഖമായി നടത്തുവാനും അവർക്ക് ജീവിതത്തിന്റെ വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു നല്ല കാലമായി മാറും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതിനു വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി കൂടി ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ്. അതിന്റെ വശങ്ങൾ ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് മറ്റൊരു ഉദ്ദേശമുള്ളത് നമ്മുടെ നാട്ടിന്റെ അകത്തുള്ള വിദ്യാർത്ഥികൾക്ക്, ഭൗതിക വിദ്യാർത്ഥികൾക്ക് വേണ്ടതുപോലെ മതത്തെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് വെക്കേഷനായ കാലത്ത്, ലീവ് കാലത്ത് ഒരു 40 ദിവസത്തെ പ്രത്യേകമായ കോഴ്സ് അവിടെ തന്നെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് 40 ദിവസം ദീനിന്റെ ചിട്ടകള് രാവിലെ മുതൽ വൈകുന്നേരം വരക്കും, വൈകുന്നേരം മുതൽ രാവിലെ വരക്കും ഒരു കുട്ടി എന്തൊക്കെയാണ് മതപരമായി ചെയ്യേണ്ടത് അത് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിന്റെ പുറമെ ഉമ്മയോടെങ്ങനെയാണ് പെരുമാറേണ്ടത്, ബാപ്പയോടെങ്ങനെയാണ് പെരുമാറേണ്ടത്, ജ്യേഷ്ഠനോടെങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ ഭർത്താവിനോടെങ്ങനെയാണ് പെരുമാറേണ്ടത്, ഭാര്യയോടെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ആ പെരുമാറ്റ ചിട്ടം, അതുപോലെ തന്നെ അതേപോലെ തന്നെ സ്വഭാവത്തിന്റെ നല്ല വഴികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് കുടുംബ ബന്ധം പരിപൂർണമായി നിലനിർത്താനുള്ള ഒരു ബോധവും കൂടി ഉണ്ടാക്കി 40 ദിവസം കുട്ടികളെ അവിടെ നിർത്തി പഠിപ്പിക്കുക. ഇതാണ് മൂന്നാമത്തെ ഒരു ഉദ്ദേശം. അതിന് വേണ്ട എല്ലാ സെക്യൂരിറ്റികളോട് കൂടി പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ, ഇങ്ങനെ 2 പരിപാടി വേറെ വേറെയായിട്ട് ചെയ്യാൻ. ഇതിനെല്ലാം കൂടിയിട്ട് ഒരേ ഒരു സ്ഥാപനമാണ് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി. അതിൻ്റെതായ രൂപത്തിൽ നീങ്ങാൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുകളും അതേപോലെ ആവശ്യങ്ങളും ഉണ്ട് എന്ന് ലോകത്തിന് അറിയാം. അതേ അവസരം എന്തെങ്കിലും ഒരു സ്വത്തോ മുതലോ കണ്ടിട്ട് അല്ല, മുൻകാലത്തുള്ള വലിയവരായ മനുഷ്യന്മാര് അവരവരുടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത്, ബെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ ബാനി ഹസറത്ത് സ്വത്ത് നേടിയിട്ടല്ല അതുണ്ടാക്കിയത്. മുഹമ്മദ് ഖാസിം നാനൂത്തബിയും ദയൂബന്ദ് സ്ഥാപിക്കുന്ന സമയത്ത് അതിന് വേണ്ട സ്വത്തുകൾ കണ്ടിട്ടല്ല ഉണ്ടാക്കിയത്. നമുക്ക് ചരിത്രം നല്ല പോലെ അറിയുന്നു. ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ബാനി ഒരു മരത്തിന്റെ അടിയിൽ കഞ്ഞി വെച്ച് കൊടുത്തിട്ട് ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് അലിഫും ബാവും പഠിപ്പിച്ചുകൊണ്ടാണ് അയാള് പഠനത്തിന്റെ ആരംഭം കുറിച്ചത്. അങ്ങനെ ആരംഭം കുറിച്ച ആ മഹത്തായിരിക്കുന്ന സ്ഥാപനം ലോകോത്തരമായിട്ട് വളരുകയും എന്നിട്ടതൊരു വലിയ കേന്ദ്രമായി മാറുകയും ലോകത്തിന് വലിയ ഇൽമിന്റെ സംഭാവന നടത്തുകയും ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ദയൂബന്ദ് ദാറുൽ ഉലൂമും അതേ രൂപത്തിൽ തന്നെ വളരുകയും പന്തലിക്കുകയും ലോകത്തിൽ 2ാം സ്ഥാനം നേടുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഞങ്ങളും ആരംഭിക്കുന്ന സമയത്ത് ഒന്നും കണ്ടിട്ടല്ല ആരംഭിച്ചിരിക്കുന്നത്, എല്ലാം നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരുടെ സഹായം. ആ സഹായം കൊണ്ട് തന്നെയാണ് ഇന്ന് വരെ ഈ സ്ഥാപനം നടന്നു പോയത്. ഈ 5 കൊല്ലത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി, നിത്യമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിനു വേണ്ടി സഹായിച്ചു, സഹകരിച്ചു. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ആ രൂപത്തിൽ വന്ന് ചേരുകയും ചെയ്തത്. ഈ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട ഗോൾഡൻ അബ്ദുൽ ഖാദർ ഹാജിയോട് കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യമോ തിരക്കോ അയാൾ വകവച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ വന്ന് എത്തിയപ്പോൾ വളരെയേറെ തിരക്കുള്ള നമ്മുടെ TKC അബ്ദുൽ ഖാദർ ഹാജിയെയും അതിനു വേണ്ടി നമുക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ ജനങ്ങളൊക്കെ ആ രൂപത്തിൽ ഇപ്പോൾ പിന്നെ കർണാടക KICയുടെ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട തങ്ങളവറുകളും അതുപോലെ അതിന്റെ ബാക്കിയുള്ള മെമ്പർമാരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. പലരും ഈ രൂപത്തിൽ സഹകരിക്കുകയും കാണുകയും കേൾക്കുകയും വേണ്ടത് ചെയ്തു തരികയും ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ 5 കൊല്ലവും ഇത് നടന്നു പോയിരിക്കുന്നത്.
ഇപ്പോൾ അതിന്റെ ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രവർത്തനം. അപ്പോ അത് വളരെയേറെ ഭാരിച്ച ചുമതലയുള്ളതാണ്, ഭാരിച്ച ചെലവുള്ള ഒരു കാര്യമാണ്. 4 കോടിക്കാണ് ബിൽഡിംഗ് അന്ന് സ്കെച്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ വേറെ എടുക്കേണ്ടതില്ല. ഞങ്ങളുടെ എഞ്ചിനീയർ പറഞ്ഞു KG മുതൽ PG വരെ ഒരൊറ്റ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ, അതേപോലെ തന്നെ മതത്തിന്റെ അലിഫ് ബ മുതൽ മുതവ്വലിന്റെ അവസാനം വരെ ഇതൊക്കെ ഒരേ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരേപോലെ പഠിക്കാനും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോട് കൂടെയുമാണ് ഈ ബിൽഡിങ്ങിന് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ വളരെ വലിയ ഒരു പ്രത്യേകത. ആ രൂപത്തിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അതിന് അന്ന് 4 കോടി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അത് തന്നെ 6 കോടിയായി മാറിയിരിക്കുകയാണ്. ആ രൂപത്തിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിന്റെ 2/3 ഭാഗവും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഭാഗം ഇപ്പോൾ പെട്ടെന്ന് അത് തീർക്കേണ്ട ആവശ്യമുണ്ട്. 60 ലക്ഷത്തിന്റെ ചെലവ് അതിനുണ്ട്. അതുദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു മാസത്തിൽ 1.5 ലക്ഷം ഉറുപ്പികയാണ് ഇപ്പോൾ ചെലവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും അതേപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണവുമായിട്ട് മറ്റ് പല കാര്യങ്ങളും അവിടെ സംഭാവനകളായി കിട്ടുന്നു. അതുകൊണ്ടാണ് 1.5 ലക്ഷത്തിൽ ഞങ്ങൾക്ക് മതിയായി തീരുന്നത്. ഈ 1.5 ലക്ഷം ഉറുപ്പിക ഞങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1.5 ലക്ഷം ഉറുപ്പിക ഓരോ മാസത്തിലും കിട്ടിയില്ല എങ്കിൽ അവിടത്തെ ബാക്കിയുള്ള എല്ലാ രൂപങ്ങളും മാറിപ്പോകും. ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതെ ആ രൂപത്തിൽ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയും ഞങ്ങൾക്ക് വളരെയേറെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 10-50 കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ, ഈ ദത്ത് കാര്യങ്ങൾ ആദ്യമായിട്ട് പറയുമ്പോൾ ഒരു കുട്ടിക്ക് 20,000 ഉറുപ്പികയാണ് ഒരു ആവശ്യമായിരിക്കുന്നത്. ആദ്യമായി എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട TKCയോടത് പറയുമ്പോൾ അയാളത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹം തന്നെ, അയാൾ എന്റെ കൂടെയല്ല, 2 ദിവസം മുമ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലാണ് പരിപാടി. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ അതിന്റെ പരിപാടികളൊക്കെ കച്ചവടമൊക്കെ ഉള്ള ആളാണ്. ബാക്കിയുള്ള കാര്യം പിന്നെ ചെയ്യാമെന്ന് അയാളെ ഏൽക്കുകയും അങ്ങനെ അത് സമ്മതിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ ഒരു 10-60 ആൾക്കാർ ഇങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഇതിന്റെയൊക്കെ പുറമെ പിന്നെ നമ്മുടെ ഇവിടെ ദുബൈയിലും അതേപോലെ തന്നെ ഷാർജയിലും അതേപോലെ തന്നെ അബുദാബിയിലും നമുക്ക് നല്ല ഉറച്ച 3 കമ്മിറ്റി, ഈ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ഇതിന് വേണ്ടി 3 കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് പ്രത്യേകമായി ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീന് പഠിക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് പഠിച്ചിട്ടൊരു ആലിമായി കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഏത് സമയത്തും ആ കുട്ടി ആലിമായിട്ട് എവിടെ ദീനിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ടോ അത് നമുക്ക് കിട്ടും. അത് നമുക്ക് മഹാനായ നബി പഠിപ്പിച്ച് തരുന്നതാണ്, മറ്റാരും പറയുന്ന വാക്കല്ല. അതേപോലെ തന്നെ ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യവും ഇതിനുണ്ട്. നമ്മുടെ എന്നല്ല, ലോക മുസ്ലിമീങ്ങളുടെ പരിപൂർണമായും ഹിജറയുടെ 3-ാം നൂറ്റാണ്ട് മുതൽ ഇതായി ഹിജറയുടെ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനത്തിനും നേതൃത്വം നൽകിയ മഹാനായ ഇമാമിന്റെ പേരിലാണ് ഈ സ്ഥാപനമുള്ളത്. അത് ആ പേര് തന്നെ ഞങ്ങൾ വെക്കാനുണ്ടായ കാരണം പിന്നെ അതൊരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. റാസി ട്രസ്റ്റ് ഉണ്ട്, ഖസാലി ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഖാജ മുഈനുദ്ദീന്റെ പേരിലുള്ള ട്രസ്റ്റുകളുണ്ട്. ഇങ്ങനെ 100,000 ട്രസ്റ്റുകൾ പല നിലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും പരിശോധിച്ച് നോക്കിയപ്പോൾ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരൊറ്റ ട്രസ്റ്റും നമ്മുടെ ചുറ്റുഭാഗത്തിൽ ഇല്ല എന്ന് കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ അതൊരു വലിയ അത്ഭുതമായി തോന്നി. ലോകത്തിൽ 3-ാം നൂറ്റാണ്ടിന്റെ ശേഷം
ഇതുവരെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ പറയുന്ന വാക്ക് അതാണ്, മാ അഖദ അഹദുൻ മിഹ്ബറ ഇല്ലാ വലിശ്ശാഫിഈ ഫീഹി മിന്ന. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സംഭാവന ഇല്ലാതെ അതിന്റെ ശേഷമുള്ള ഒരു പണ്ഡിതനും പേന എടുത്തിട്ടില്ല. ഒരു പണ്ഡിതന്റെ പേനയിൽ ഒരു വാക്ക് വരുന്നുണ്ടെങ്കിൽ, എഴുതുന്നുണ്ടെങ്കിൽ, പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, അറിയുന്നുണ്ടെങ്കിൽ, അത് മുഹീദ്ദീൻ ശൈഖാണെങ്കിലും ശരി, ഇമാം ബുഖാരി ആണെങ്കിലും ശരി, ഗസാലി ആണെങ്കിലും ശരി, ആരായാലും ശരി, മഹാനായ ഇമാം ഷാഫിഈയുടെ സംഭാവനയല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര വലിയ ആ മഹാനായ ഇമാം എന്ന് മാത്രമല്ല, നമ്മുടെ ഇമാമാണല്ലോ. നാം ഇന്ന് ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണ്, സുന്നത്ത് എത്രയാണ്, ഷർത്ത് എത്രയാണ്, അബഅദ് എത്രയാണ്, അത് ഹൈഅത്ത് എത്രയാണ് എന്ന് പഠിപ്പിച്ചത് ഇമാം ഷാഫിയാണ്. ഒളു എടുക്കാൻ പഠിപ്പിച്ചത് അവരാണ്. ആ തത്വം അനുസരിച്ചുകൊണ്ടാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഈ 1200 കൊല്ലവും അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാനായ മനുഷ്യന്റെ പേരും ആ ബർക്കത്തുമാണ് ഞങ്ങൾ പ്രത്യേകമായി ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞങ്ങൾ ഇവിടെ വന്ന് എത്തിയിരിക്കുന്നു. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ ചെയ്തു തരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ഞങ്ങൾക്ക് ചെയ്തു തരണം. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. അതിനുവേണ്ടി സഹായിച്ച എല്ലാ പ്രവർത്തകന്മാർക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് ചെയ്യാനുള്ളത്, ഓരോ വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ അവിടെ സ്വലാത്ത് മജ്‌ലിസ് നടത്തുന്നു. ഈ സ്വലാത്തിന്റെ ശേഷം അവിടെ ദുആ ചെയ്യുന്നത് ഇതിന് സഹായിച്ച ആൾക്കാർക്കാണ് എന്ന് മാത്രമല്ല, ഓരോ വഖത്തിന്റെ നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്ന കുട്ടികളോട് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു വേർഡ് പ്രത്യേകമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന ആൾക്കാരെ പടച്ച തമ്പുരാനെ നീ സഹായിക്കണം എന്നുള്ള ദുആയില്ലാത്ത ഒരു നിസ്കാരം നടക്കുന്നില്ല. ആ രൂപത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ 2 ഹുദവികൾ, അതേപോലെ തന്നെ 2 വാഹികൾ, ഒരു നിസാമി, 2 ദാരിമി, അതേപോലെ ഒരു ഫൈസി, പിന്നെ ഒരു ഖാസിമി, ഇങ്ങനെയുള്ള ഉസ്താദുമാരുണ്ട്. വേറെ വന്നു പോകുന്ന 4 അധ്യാപകന്മാര്, മാഷുമാരുണ്ട്. ഇവരൊക്കെ അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതിന്റെ മാനേജറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അധികം ആൾക്കാരും ചെറിയ ചെറിയ ശമ്പളത്തിന് അള്ളാഹുവിന്റെ ദീനിനോടുള്ള സഹായം മാത്രം കരുതിയിട്ട് ഉദ്ദേശിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഉസ്താദുമാരും അവിടെയുണ്ട്. ഇതെല്ലാം കൂടി മനസ്സിലാക്കി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ. ആ രൂപത്തിൽ ഞങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബ് വന്ന കാര്യം പറയും. അതേപോലെ തന്നെ TKCയും പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേണ്ട സഹായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ വന്ന ഉദ്ദേശം ഞങ്ങളുടെ സ്വന്തം ആവശ്യമോ വ്യക്തി താല്പര്യമോ സ്വാർത്ഥ താല്പര്യമോ ഇല്ല എന്നുള്ളത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഉണർത്തിക്കൊണ്ട് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ ഒരു അഭിമാനത്തോട് സാധിക്കും. ഉസ്താദ് പറഞ്ഞ കാര്യം, ഈ സ്ഥാപനം മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിന്റെ വടക്കേ അറ്റമായ ഈ പ്രദേശത്ത് മതവിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്ന, അത് ഭൗതികമായ വിദ്യാഭ്യാസവും ലൗകികമായ വിദ്യാഭ്യാസവും 2 വിദ്യാഭ്യാസവും ഒരേ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വളർന്ന് നാളത്തെ അച്ചടക്ക ബോധമുള്ള, ഐശ്വര്യമുള്ള, ഈമാനുള്ള, ഇഖ്ലാസുള്ള, ദീനിനോടും സമുദായത്തോടും സമൂഹത്തോടും നാടിനോടും സ്നേഹിക്കുന്ന കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനം അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആ പ്രദേശത്ത് വളർന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഉസ്താദ് പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയി. അവിടെ 60 ലക്ഷം ഉറുപ്പിക എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യമുള്ള ഒരു പണിയെ പറ്റി മാത്രമാണ്.
ഒരു ക്യാൻറ്റീൻ കൂടെ അവർ ആവശ്യമുണ്ട്. അതിന് ചുരുങ്ങിയത് 20 ലക്ഷം രൂപയാണ്. അത് മാത്രമല്ല, അവിടെ പഠിക്കാനുള്ള കുട്ടികൾക്ക്, പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്, പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് നിസ്കരിക്കാൻ പള്ളിയില്ല. അത്യാവശ്യമാണ് ഒരു പള്ളി. ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ഉദ്ദേശം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ സഹായം ഏറ്റവും വിലപ്പെട്ട ഒരു സഹായമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ ആ സഹായത്തിന് വേണ്ടി, ആ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആ സഹായം ആകാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ ദിവസത്തിൽ സമയമില്ലാഞ്ഞിട്ടും ആരോഗ്യത്തിൽ കുറവുണ്ടായിട്ടും ഈ മഹത്തായ സ്ഥാപനം ആ മണ്ണിൽ നിലനിന്ന് വളർന്ന് പന്തലിച്ച് നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവരുടെ പേരിൽ ഉയർത്തപ്പെട്ട സ്ഥാപനം ഞങ്ങൾ പോയാലും ആ സ്ഥാപനം ലോകാവസാനം വരെ നിലനിൽക്കും. അവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ ദുആയിൽ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും കണക്കിലെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ധനാഢ്യന്മാർ, സാധാരണക്കാർ, കഴിവുള്ളവൻ, കഴിവില്ലാത്തവൻ അവന്റെ കഴിവനുസരിച്ച് ഈ സ്ഥാപനത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ കാസിം ഉസ്താദ്, അതേപോലെ സാഹിബ്, തങ്ങൾ എല്ലാം മൂപ്പരാലിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടക്കുന്ന ആ പരിപാടിയായിട്ട് ദീനി സ്ഥാപനമായിട്ടാണ് ഇന്ന് ഗൾഫിൽ വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ, അവിടെ ഒരു ഇന്ന് വിത്ത് നട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമസ്തയുടെ സ്ഥാപനങ്ങൾ നമ്മൾ ഇന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ക്ഷാമമുള്ള ഒരു സാധനം ആലിമുകൾ കിട്ടുന്നില്ല, മാലിമുകളില്ല മദ്രസയിൽ പഠിപ്പിക്കാൻ. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഖാസിം ഉസ്താദ് ഇതെല്ലാം കണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളുടെ ആലിമുകളെ വളർത്തിയെടുക്കേണ്ടത് നമ്മൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം ഒരു സ്ഥാപനത്തിന് വേണ്ടി മുതിർന്നിരിക്കുന്നത്. അള്ളാഹു അവർക്കെല്ലാം അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇത് വളർന്നു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഒരുപക്ഷെ ഖാസിം ഉസ്താദും നമ്മളെല്ലാം അധികകാലം ഇല്ലെങ്കിലും ഇനി വരാൻ പോകുന്ന നാളെ ഭാവിയിലൂടെ വരുന്ന കുട്ടികൾക്കും നമ്മുടെ നാട്ടിന്റെ ഐശ്വര്യത്തിനും ഏറ്റവും വലിയ ഉതകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും. അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ പ്രദേശത്തെ നമ്മൾ മഞ്ചേശ്വരത്തിലെ എന്നെ ചില അധികാരക്കാർക്കും ചിലപ്പോൾ മഞ്ചേശ്വരത്ത് അറിയുന്നവരായിരിക്കാം. എനിക്ക് പറയാനുള്ള, ഞാൻ കാസർഗോഡ് തെക്കേ അറ്റത്ത് ചെറുവത്തൂർ താമസിക്കുന്നവരായാലും സമസ്തന്റെ ഒരു സ്ഥാപനമാണ് വരുന്നത്. സമസ്തന്റെ സ്ഥാപനത്തിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സഹായിക്കണം. ആ ഒരു അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വിളിക്കുമ്പോൾ ഞാൻ ഓടി വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനം എത്ര വേണ്ട ഉയർന്നത് വരെ ഈ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കമ്മിറ്റിയിലേക്ക് കൈവന്നെങ്കിൽ ആ കമ്മിറ്റി തന്നെ ഒരു മെമ്പറായിട്ട് എന്നെ നിങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ആ കമ്മിറ്റിയിൽ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണം ഉണ്ടാവും. അതുകൊണ്ട് മഞ്ചേശ്വരം പ്രദേശത്തുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, ഒരുപക്ഷെ ഖാസിം ഉസ്താദും അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൽ ഖാദർ ഹാജി സാഹിബും തങ്ങളോ നമ്മളെല്ലാം പോയാലും നിങ്ങളുള്ള യുവാക്കൾ, കുട്ടികൾ, അതേപോലെ ആ പ്രദേശത്തിലെ മക്കൾ ഇത് ഏറ്റെടുക്കാൻ വെച്ചാൽ, ആ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മക്കൾ ഏറ്റെടുക്കുന്ന കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമായിട്ട് ഇത് മാറുകയും ചെയ്യും. അത് നമുക്ക് കാസർഗോഡിൽ തന്നെ ഒരു വലിയൊരു അഭിമാനമായ ഒരു സ്ഥാപനമായിട്ട് മാറും. അത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് നമ്മളുടെ UAE-യിലുള്ളതും അതേപോലെ ഖത്തറിലുള്ളതായാലും മസ്കത്തിലായാലും മറ്റ് ഗൾഫ് പ്രദേശത്തിലെ ഏത് ആൾക്കാരും ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ടിട്ട് ഇതിന്റെ പ്രവർത്തകന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് സഹായ സഹകരണങ്ങളും സാമ്പത്തികമായിട്ടില്ലെങ്കിൽ ശാരീരികമായിട്ടെങ്കിലും ഓരോ വാക്കിലെങ്കിലും ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ സ്ഥാപനം നമ്മളുടെ വരുത്ത ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ, അതേപോലെ ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബ് അവറുകൾ, PKC അജി അവറുകൾ, ഞങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മഹത്താകുന്ന ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ആ മഹൽ സംരംഭത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാനും
അതിൻ്റെ ചില ബാധ്യതകൾ, ഞങ്ങളാൽ കഴിയാത്ത പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുമെന്നുള്ള ആ വിശ്വാസത്തോടു കൂടിയും, ഗൾഫാണ് നമ്മൾക്ക് ഇതിനേക്കെല്ലാം പ്രതീക്ഷയും, അതേപോലെ ഗൾഫ് രാജ്യത്തുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വളർച്ചയ്ക്ക് ഗൾഫുകാരുടെ സഹായമില്ലാത്ത ഒരു സ്ഥാപനവും കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും, മാത്രമല്ല നമ്മുടെ ഇമാമാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെല്ലാവരും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്നു നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. ആ ഇമാമിന്റെ പേര് പോലും നമ്മളെ ഈ ഷാഫി എന്ന് പറയുന്നവർക്ക് ആ ഇമാമിന്റെ പേരോ ആ മഹാനാകുന്ന ആ ഇമാം ജനിച്ച സ്ഥലമോ അല്ലെങ്കിൽ ആ ഇമാമിന്റെ മർത്തബയോ സ്ഥാനങ്ങളോ നമ്മളിൽ പലർക്കും അറിയുന്നില്ല. ഇതും മഹാനാകുന്ന ഇമാം ഷാഫിയെ മദ്ഹബാണ് എന്ന് പറയുന്നതിന് പുറമെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ഗാംഭീര്യവും അതേപോലെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായിരുന്ന അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ആവശ്യമാണ്. ഇതും കണക്കിലെടുത്തും കൊണ്ടാണ് ആ മഹത്താകുന്ന സ്ഥാപനത്തിന് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്നുള്ള പേര് വെക്കാൻ തന്നെ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മഹത്താകുന്ന ഈ ഗൾഫ് നിവാസികളോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ സംരംഭത്തെ വൻ വിജയമാക്കി തരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.